الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അന്ത്യനാളിനെ കുറിച്ച അടയാളങ്ങളാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നാം പറഞ്ഞു പോയിരുന്നത്. ഈ ഖുത്ബയിലും ആ അന്ത്യനാളിനെ കുറിച്ചുള്ള അടയാളം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചു പോരുന്ന 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളിൽ ചിലതിനെക്കുറിച്ച് നിരൂപണങ്ങൾ ഉണ്ടാവാം. അങ്ങോട്ടൊന്നും തിരിഞ്ഞു പോകാതെ ഞാൻ ആ വിഷയം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും തള്ളിക്കളയാനും ചോദ്യം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം കേൾവിക്കാരായ നിങ്ങൾക്കുണ്ട്. അതൊക്കെ സ്വാഗതം ചെയ്യാനും എനിക്ക് കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൽ വരാൻ പോകുന്ന ഒരു ശക്തിയെയോ വ്യക്തിയെയോ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് മസീഹു ദജ്ജാൽ എന്നാണ്. ആ മസീഹു ദജ്ജാലുമായി പോരാട്ടത്തിലേർപ്പെട്ട മറ്റൊരാളെക്കുറിച്ചും മറ്റൊരു ശക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ചോ പറയുന്നുണ്ട്. അത് മഹ്ദി എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്നു. അനന്തരം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഒരു നിയമസംഹിത പ്രത്യേകമായി നൽകി ഈ ലോകത്തേക്ക് അയച്ച
മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. വേറെയും അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ നേരമില്ലാത്തതുകൊണ്ട് പിന്നീട് ആവാം സാധിച്ചുവെങ്കിൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മസീഹു ദജ്ജാലിനെ ആളുകൾ പരിചയപ്പെട്ടിട്ടുള്ളത് ദജ്ജാൽ എന്ന് മാത്രമാണ്. ദജ്ജാൽ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം കള്ളൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മസീഹ് എന്നാണ്. മസീഹ്, കള്ളനായ മസീഹ് എന്ന അർത്ഥത്തിലാണ് മസീഹു ദജ്ജാൽ എന്ന് പറയുന്നത്. അപ്പൊ സത്യസന്ധനായ ഒരു മസീഹ് മറുഭാഗത്തുണ്ടാകും, ഒരു സൂചനയും അതിലുണ്ട്. അതിനെയാണ് മൗഊദ് മസീഹ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം പ്രവാചകത്വം ബാധിച്ച പല ആൾക്കാർ, പല ദജ്ജാലുകളുടെയും കൂട്ടത്തിൽ ഒരു ദജ്ജാൽ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കള്ളൻ. ദജ്ജാലൂന കദ്ദാബൂന എന്നാണ് നബി ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും അവസാനമായി അറിയപ്പെടുന്ന മറ്റൊരു ദജ്ജാൽ, അതായിരുന്നു മിർസ ഗുലാം അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ. അവര് മൗഊദ് മസീഹ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മൗഊദ് മസീഹ് ആരാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാതെയാണ് പറയാറുള്ളത്. കേൾവിക്കാരായ നമുക്ക് തോന്നും ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹാണ് എന്ന് തോന്നിപ്പോകും. സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റിപ്പോകും. യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. ബനൂ ഇസ്രായേലിനാണ് ആ വാഗ്ദാനം നൽകിയത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു മസീഹ് വരാൻ പോകുന്നു. ഈ വാഗ്ദാനം നൽകിയത് മൂസാ അലൈഹി ഇസ്ലാമാണ്. ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മസീഹാണ് മൗഊദ് മസീഹ് എന്ന് പറയും. അപ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ വാഗ്ദാനം നടത്തിയത് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല, മൂസാ നബി അലൈഹി സ്വലാം. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് യഥാർത്ഥത്തിൽ ഈസ ഇബ്നു മറിയമായി. ഖുർആൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ തന്നെ മസീഹ് ഈസ ഇബ്നു മറിയം എന്നാണ്. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇബ്നു മറിയം ഇബ്നു മറിയം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മസീഹ് ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ മസീഹ്. ആ മസീഹ്, യഥാർത്ഥ മസീഹ് വന്നപ്പോൾ ജൂതന്മാർ അദ്ദേഹത്തെ നിഷേധിച്ചുകൊണ്ട് ഇതല്ല ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് എന്നവർ ബാധിച്ചു. ആ യഥാർത്ഥ മസീഹിനെ അവർ കള്ളനാക്കി മാറ്റി. ഒരു പ്രവാചകനെ കുറിച്ച് പരസ്യമായി പറയാൻ കഴിയാത്ത പലതും ആ പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞു. ഒരു ഖുത്ബയിലോ ജുമായിലോ ജനങ്ങളോട് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത്. അദ്ദേഹം ജാരസന്താനമായിരുന്നു എന്ന് അവർ പ്രചരിപ്പിച്ചു. എന്നിട്ട് അവരുടെ മസീഹിനെ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ആ മസീഹ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരും ഭാവിയിൽ. ഒരാൾ ഒറ്റക്കല്ല, ആ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു സമൂഹം ഉണ്ടാവും. അദ്ദേഹം വളരെ ശക്തനുമായിരിക്കും. ശക്തമായ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് അദ്ദേഹം വരിക. അതാണ് മസീഹു ദജ്ജാൽ, കള്ളനായ മസീഹ്. ഞാനാണ് മസീഹ് എന്ന് അദ്ദേഹം വാദിക്കും. അദ്ദേഹം ലോകം കീഴടക്കും. വിശാലമായ ഒരു ഇസ്രായേൽ രാഷ്ട്രം അദ്ദേഹം സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അത് തുർക്കിയുടെ ഇസ്കന്ദറൂൻ പട്ടണം മുതൽ ദിജ്ല ഫുറാത്ത് ഉൾപ്പെടെ ഇറാഖിന്റെ 90% ഹിജാസിലെ മദീന ഉൾപ്പെടെ
അവരുടെ വിശാല ഇസ്രായേലിന്റെ ഇതിലുണ്ട്, മാപ്പിൽ. അതെല്ലാം കൂടി അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു മസീഹായിരിക്കുമെന്ന് അവർ പറഞ്ഞു. ആ മസീഹിന്റെ വരവിന് വഴിയൊരുക്കുകയായിരുന്നു സിയോണിസ്റ്റുകാർ. സിയോണിസം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഇന്നലെ മിഞ്ഞാന്നോ നമ്മൾ ഇങ്ങനെ പത്രത്തിൽ വായിച്ചു പോരുന്നൊരു സാധനത്തിന്റെ പേരാണ്. അതിന്റെ പേരെങ്ങനെയായിരിക്കാം, പക്ഷേ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ജൂതന്മാരുടെ ഒരു സംവിധാനമാണ്. ഫ്രീമേസൺ മൂവ്മെന്റ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട് ആധുനിക കാലഘട്ടം. ഇതിന് തുടക്കം കുറിച്ചത് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു. അദ്ദേഹം മുസ്ലിം ജാതി സമുദായത്തിന്റെ കൂടെ വേഷപ്രചന്നനായി മാറി നിൽക്കുകയായിരുന്നു. കോലം മാറിയിട്ട് മുസ്ലിങ്ങളെ കോലം ധരിച്ചാണ് ജാതി സമുദായത്തിന്റെ കൂടെ ജാതി സമുദായത്തിൽ ഒരാളായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. കാരണം നിങ്ങളിൽ പലരും അദ്ദേഹത്തെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ കുറച്ച് ധൈര്യം അവലംബിച്ചുകൊണ്ട് തന്നെ പറയുന്നു, റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ അത് കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന മറ്റൊരു ജൂതനായിരുന്നു. നിങ്ങൾ റളിയല്ലാഹു പറയാൻ എനിക്ക് വിരോധമൊന്നുമില്ല, പഠിച്ചവൻ പൊരുത്തപ്പെട്ടു കൊടുക്കണേ പൊരുത്തപ്പെട്ടു കൊടുത്തു. അദ്ദേഹം ജൂതനായിരുന്നു എന്ന് ഞാൻ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുകയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കിതാബുകളിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഹാഫിദ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ തഫ്സീറിൽ പടച്ച തമ്പുരാൻ പറഞ്ഞ ഒരായത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ആ ആയത്ത് നമുക്കറിയാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒരായത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ഭാഗം അവതരിപ്പിച്ച് ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ലത്തഖദ്നാ ഈദൻ എന്ന് ആ ജൂതൻ പറഞ്ഞു എന്നാ പറയുന്നത്. ഒരു യഹൂദി ഇങ്ങനെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ചാണ് അത് പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് എപ്പോഴിറങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം, ആ ദിവസം ഏതായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, കാരണം അത് ഈദിൽ തന്നെ ഇറങ്ങിയതാണ്, ഹജ്ജത്തുൽ വദായിലാണ് എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു യഹൂദി പറഞ്ഞു എന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിദ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ പറയുന്നു, ആ റജുലുൻ യഹൂദിയുൻ ഹുവ കഅബുൽ അഹ്ബാർ, കഅബുൽ അഹ്ബാർ ആയിരുന്നു. അപ്പൊ ഞാൻ മാത്രമല്ല അത് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയും. പിന്നെ അദ്ദേഹം മൂമിനായിട്ടുണ്ടായിരിക്കാം, അത് നമുക്ക് വിരോധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റളിയല്ലാഹു പറയുന്നതിന് വിരോധമൊന്നുമില്ല. ഈ സംഭവം നടക്കുമ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഞാൻ പറയുന്നു കഅബുൽ അഹ്ബാറിനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ അദ്ദേഹത്തിന് ഗൂഢാലോചന നടത്തിയതിൽ പങ്കുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരനായ ഖുദരി ബേക്ക് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 ദിവസം മുമ്പ് അദ്ദേഹം മരിക്കുന്ന വഫാത്ത് ഷഹീദാകുന്നതിന്റെ 3 ദിവസം മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമറെ നിനക്കിനി 3 ദിവസമേ ഉള്ളൂ. അപ്പൊ അത് എവിടുന്നാ നിനക്കറിയാന്ന് ചോദിച്ചു. അത് ഞങ്ങളെ തൗറാത്തിലുണ്ട്. അപ്പൊ ഉമർ ഓടിച്ചു, ഈ പാവപ്പെട്ട ഉമറിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ തൗറാത്തിലോ നീ എന്ത് പിരാന്തായി പറയണമെന്ന് പോകാൻ പറഞ്ഞു. പിറ്റേന്ന് പറഞ്ഞ് 2 ദിവസമുള്ളൂ. 3-ാമത്തെ ദിവസം അദ്ദേഹം കിടക്കുമ്പോൾ, അദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹം കുത്തുകൊണ്ട് അബൂലൂലത്തിന്റെ കുത്തുകൊണ്ട് കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറഞ്ഞ ദിവസങ്ങൾ ഞാൻ എണ്ണുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് അറിയാൻ ഗൂഢാലോചന നടന്നതായിരുന്നു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഖുദരി ബേക്ക് പറയുന്നു, അന്ന ലഹു യദൻ ഫീ ഖത്ലി ഉമർ, ഉമറിന്റെ കൊലയിൽ അദ്ദേഹത്തിന് കൈയുണ്ടായിരുന്നു. പിന്നെ കഅബുൽ അഹ്ബാർ മോമിനായിട്ടുണ്ടാവാം, നമുക്കതിന് വിരോധമില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത വഹ്ശി നമ്മൾ റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, വഹ്ശി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. കൊല്ലപ്പെട്ട ആളും കൊന്നയാളും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു.
അള്ളാഹു ചിരിച്ചു പോകുമെന്ന് നബി പറഞ്ഞല്ലോ. രണ്ടാളുകളെ കാണുമ്പോൾ അള്ളാഹു ചിരിച്ചു പോകും. ആരാണ് ആ രണ്ടാളുകൾ? ഒരാൾ കൊല്ലപ്പെട്ട ആള്, ഒരാൾ കൊന്ന ആള്. കൊലയാളിയും കൊല്ലപ്പെട്ട ആളും രണ്ടാളും ഒപ്പം സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അള്ളാഹ്ക്ക് ചിരി വരും. അള്ളാഹ്ക്ക് ചിരി വരുന്നാൽ എൻ്റെ അർത്ഥമല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു സാധനങ്ങൾ ചിരിക്കുന്ന ആള് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് സന്തോഷമാണത് എന്നാണ്. അപ്പൊ അവിടെ ഇവരായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് കടത്തിവിടാൻ അബ്ദുല്ലാഹി ഇബ്നു സബക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ കഅബുൽ അഹ്ബാറിനും കഴിഞ്ഞു. അതിലൂടെ വന്ന് അടിഞ്ഞുകൂടിയ ഒരുപാട് ചപ്പുചവറുകൾ ഈ സമുദായത്തിന്റെ എഴുതപ്പെട്ട കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. നമ്മളതല്ല ഇപ്പൊ നിരൂപണം ചെയ്യുന്നത്. ആ മസീഹു ദജ്ജാലിനെയാണ് അവർ മൗഊദ് മസീഹായി അംഗീകരിക്കുക. പക്ഷെ ആ മസീഹു ദജ്ജാല് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരുപാട് കളമൊരുക്കങ്ങൾ നടത്തും. അതാണിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് രണ്ട് വിഭാഗമായി മാറിയല്ലോ. ഒരു വിഭാഗം തൊഴിലുടമകളെ നമ്മൾ മുതലാളികളെന്ന് പറയുന്നു. അവരുടെ ആധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പും അവരുടെ ആധിപത്യം ഉണ്ടായിരുന്നു, പക്ഷേ മറുഭാഗത്ത് വേറൊരു ആധിപത്യം ഉണ്ടായിരുന്നു. ഇപ്പൊ മറുഭാഗത്ത് ആധിപത്യമില്ലാതെ ആ മുതലാളി വർഗത്തിന്റെ ആധിപത്യത്തിൽ ഇവിടുത്തെ മറുഭാഗത്ത് നിലനിന്നിരുന്ന ആധിപത്യവും കൂടി ലയിച്ചുപോയി. ഇപ്പോൾ ആ വിഭാഗത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. ലോകത്തിന് ആശയ ദാരിദ്ര്യം വരുമ്പോൾ ആശയം പകർന്നു കൊടുക്കുവാൻ ഇസ്ലാമിന് മാത്രമേ കഴിയൂ എന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ബദൽ സംവിധാനം ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ബദൽ സംവിധാനം കൊടുക്കുന്നതിന് പകരം നല്ല ഒന്നാന്തരം പരിശുദ്ധമായ ആട്ടിൻ പറ്റങ്ങളെ ചെന്നായ കുട്ടങ്ങളാക്കി മാറ്റുന്നു. ആട്ടിൻ പറ്റങ്ങളാണിത്. ആരെയും ഉപദ്രവിക്കാത്ത, ഉപകാരം മാത്രം ചെയ്യുന്ന, പക്ഷേ അവരെ ചെന്നായക്കളാക്കി മാറ്റിയിട്ട് ആ ചെന്നായക്കളെ പിന്നെ പേച്ചനായക്കളാക്കി മാറ്റിയിട്ട് ഒരു കാരണവും കൂടാതെ അവരെ പിടിച്ച് കൊണ്ടുപോയി മർദ്ദിച്ച് കൊല്ലുന്നു. കൊല്ലുന്നു എന്ന് പറഞ്ഞുകൂടാ, കൊല നടത്തും. ഒരു കുറ്റം അവർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് അവിടെ ഭീകരത സൃഷ്ടിക്കുന്നു, ടെററിസം ഉണ്ടാക്കുന്നു. ലോകത്തെ ഒരു വിഭാഗം ഒന്നിച്ച് ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് മാറുന്നു. അവിടെ മറുഭാഗത്തിന്റെ ഒരു വാഗ്ദാനമുണ്ട്. ആ മുതലാളി വർഗത്തിന്റെ വാഗ്ദാനം, ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് വരൂ, ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വർഗം പ്രാപിക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ടെററിസ്റ്റുകളുടെ നരകത്തിലേക്ക് പോകേണ്ടി വരും. മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹു ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മസീഹു ദജ്ജാലിന്റെ ഒരു ഭാഗത്ത് സ്വർഗമുണ്ടാകും, മറുഭാഗത്ത് നരകമുണ്ടാവും. പക്ഷേ നമ്മളെല്ലാം കേൾക്കുമ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാതെ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോണ ഒരു കോലുണ്ടല്ലോ നമുക്ക്. അത് ആലങ്കാരിക പ്രയോഗമായിരുന്നു. ഒരു ഭാഗത്ത് സ്വർഗം, മറുഭാഗത്ത് നരകം. അവരുടെ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീമാകാരനായ ഒരു സാധനമാക്കി നമ്മൾ ചിത്രീകരിച്ചു. എന്നിട്ട് മൂപ്പർ ഒരു തോളിൽ ഇങ്ങനെ സ്വർഗവും മറ്റേ തോളിൽ നരകവും കയറ്റുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് മൂപ്പർ അനുകൂലിക്കുമ്പോൾ അവരെ പിടിച്ചാണ് സ്വർഗത്തിൽ കിട്ടും, എതിർക്കുന്നവരെ പിടിച്ചാണ് നരകത്തിൽ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഭാവന. നമ്മളെ മനസ്സിൽ വന്നു ചേർന്നാണ്. അതല്ല, ഞങ്ങളുടെ സുഖജീവിതം നിങ്ങൾക്ക് കിട്ടും ഞങ്ങളോടൊപ്പം നിന്നാൽ, അല്ലെങ്കിലോ ഞങ്ങൾ നിങ്ങളെ അടിച്ചമർത്തും. നരകം. അതാണിപ്പോൾ ലോകത്ത് നടക്കുന്നത്. എതിരു ഭാഗത്ത് ആ മസീഹു ദജ്ജാലിന്റെ അതൊരു വ്യക്തിയാണെങ്കിൽ വ്യക്തി, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയാണെങ്കിൽ അത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിനെ എതിർക്കുന്ന വേറൊരു വിഭാഗം. അതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയാവാം. വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള വ്യവസ്ഥിതിയാവാം, അല്ലെങ്കിൽ വ്യവസ്ഥിതിയാവാം അതിനെ നേതൃത്വം നൽകുന്ന ആളുകളുമാകാം. അത് കാലങ്ങൾ കടന്നുപോയി അവസാനം ഏറ്റവും ശക്തനായ ഒരു വ്യക്തി അതിന് നേതൃത്വം നൽകും. ആ വ്യക്തിയാണ് മസീഹു ദജ്ജാൽ എന്ന് പറയുന്നത്.
മറുഭാഗത്ത് മർദ്ദന പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടുന്ന ഇസ്ലാമിസ്റ്റുകൾ അവരതിനെ അവരുടെ ഉള്ള കഴിവും വെച്ചുകൊണ്ട് ചെറുത്തു നിന്നോ പോലും അവസാനം ഇതിനെ അവസാനത്തെ ഏറ്റുമുട്ടലിന് അവർ സന്നദ്ധരാകുമ്പോൾ മറുഭാഗത്ത് ശക്തനായ ഒരു നേതൃത്വം ഇവിടെയുണ്ടാകും. അതാണ് യഥാർത്ഥ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ വരവിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ മുമ്പോട്ട് പോവുക. ആ ഇസ്ലാമിസ്റ്റുകളിൽ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാമിന്റെ തൊട്ടു മുമ്പ് ഇസ്ലാമിസ്റ്റുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാശക്തനായ ഒരു വ്യക്തിയെ മഹ്ദി എന്ന് വിളിക്കുന്നു. സന്മാർഗം പ്രാപിച്ച ആളെന്നതിന് അർത്ഥമുള്ളൂ. ഇതാണ് അതിന്റെ ഒരു ചിത്രം. അത് സംഭവിക്കുമ്പോൾ മൗഊദ് മസീഹിന് പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മൗഊദ് മസീഹിന്റെ വരവ് നടക്കുന്നു. യഥാർത്ഥ ഈസാ അലൈഹിസ്സലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ഭാഷയിലാണ് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1500 കൊല്ലം മുമ്പ് പറഞ്ഞു തരുന്നത്. അവിടെ ഡമാസ്കസിൽ ദിമിഷ്കിൽ ഒരു പള്ളിയുടെ വെളുത്ത മിനാരയിൽ മഹാനായ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങുമെന്ന് പറഞ്ഞു. ഹദീസ് നിരൂപണം ആർക്കും ചെയ്യാം. അതങ്ങനെ ഒരു മിനാരയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിറങ്ങുകയാണ്. നമുക്കങ്ങനെ മനസ്സിലാവുള്ളൂ. ആകാശത്തിന് മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ ലോക ഇസ്ലാമിസ്റ്റുകൾക്ക് നേതൃത്വം നൽകുന്ന മഹ്ദി അമീർ, ആ കാലഘട്ടത്തിലെ മുഅ്മിനുകളുടെ അമീർ, ഇമാം, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ മസീഹ് ഈസാ അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ അമീർ താൽ സല്ലി, മുഅ്മിനുകളുടെ അമീറായ താങ്കൾ വരൂ, നിസ്കരിക്കൂ, നിസ്കാരത്തിന് നേതൃത്വം നൽകൂ. അമീർ പറയൂ, അങ്ങ് നിസ്കരിക്കണമല്ല, ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണിത്, അതുകൊണ്ട് താങ്കളാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അമീറിന്റെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് മസീഹ് ദജ്ജാലിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടാൻ പിന്നീട് പോകുന്നത്. നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടലാണ്. അതുവരെ പരോക്ഷമായ ഏറ്റുമുട്ടലായിരുന്നു. ഇപ്പൊ മസീഹ് ദജ്ജാലുമായി മൗഊദ് മസീഹ് നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടലിൽ മസീഹ് ദജ്ജാൽ പരാജയപ്പെടും. അത് സൈന്യം പരാജയപ്പെടും. സൈന്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മസീഹ് ദജ്ജാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാം വിടില്ല, അദ്ദേഹത്തിന്റെ പിന്നാലെ പോകും. അന്നത്തെ ഏറ്റവും വലിയ ഉയർന്ന ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മസീഹ് ദജ്ജാലിന്റെ പിന്നാലെ മൗഊദ് മസീഹും പോകും. അങ്ങനെ ബാബ് ലുദ്ദിൽ വെച്ച് മസീഹ് ദജ്ജാലിനെ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാം കൊല്ലും. ഹദീസുകളാണ്. ഞാൻ ഹദീസിന്റെ അറബി ഉദ്ധരിക്കാത്ത നേരം കളയാൻ. ബാബ് ലുദ് എന്ന് പറയുന്ന ലുദ്ദിന്റെ വാതിൽക്കൽ, ലുദ് എന്ന് പറയുന്ന ലിഡ്ഡ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും ഉയർന്ന വിമാനത്താവളത്തിന്റെ പേരാ. ഇസ്രായേൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന വിമാനത്താവളത്തിന്റെ പേര് ലിഡ്ഡ എന്നാണ്. അപ്പൊ ഇസ്രായേലിലെ ഏറ്റവും ഉയർന്ന വിമാനത്താവളത്തിലേക്ക് പോയി വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മഹാനായ മൗഊദ് മസീഹ് ഈസാ അലൈഹിസ്സലാം ലിഡ്ഡ എന്ന വിമാനത്താവളത്തിന്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കൊല്ലുന്നത്. നല്ല വ്യാഖ്യാനമാണ്. ബാബ് ലുദ് എന്നാ പറഞ്ഞത്. നമുക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഇത് ഖിയാമത്ത് ഒരു അടയാളമാണ്. അതിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ഈസാ അലൈഹിസ്സലാം മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അതേപോലെ തന്നെ മഹ്ദിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമല്ല, ശാഖാപരമാണ്. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. പക്ഷേ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അല്ലാഹു ഉയർത്തി എന്ന് ഖുർആൻ പറയുന്നിടത്ത് നമ്മൾ വന്നു നിൽക്കുന്നു.
നിങ്ങൾക്ക് വന്ന് നിൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത്, ഒരിടത്ത് ഇന്നി മുത്തവഫീക ഇലയ്യ, ഇന്നി മുത്തവഫീക വറാഫിയുക ഇലയ്യ എന്ന് പറഞ്ഞു. ഒരിടത്ത് ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹി വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. 2 സ്ഥലത്ത് ഖുർആൻ തവഫ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ വഫാത്ത് എന്ന് നമ്മൾ സാധാരണ പറഞ്ഞു പോരുന്നത് മരണത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു എന്നാണ് പറയുന്നത് ഒരു വിഭാഗം. പക്ഷേ തവഫ എന്ന് പറഞ്ഞ വഫാത്ത് എന്ന വാക്കിന് മരണം എന്ന അർത്ഥമേ അറബി ഭാഷയിലില്ല. വഫാത്ത് എന്ന് പറഞ്ഞാൽ, തവഫ എന്ന് പറഞ്ഞാൽ അഖ്ദു ശൈഇ വാഫിയൻ, ഒരു വസ്തുവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നാണ് അറബി ഭാഷയിലെ അർത്ഥം. പക്ഷേ വളരെ ഉയർന്ന ആൾക്കാർ മരിക്കുമ്പോൾ അറബികൾ തന്നെ മുത്തവഫി, തവഫ എന്ന് പറയും. ദിവംഗതനായി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം? ഇല്ലല്ലോ. ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാലഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. പക്ഷെ വലിയ വലിയ ആളുകളെയും പ്രധാനപ്പെട്ട വസ്തുക്കളുടെയൊക്കെ അന്ത്യത്തിൽ അങ്ങനെ പറഞ്ഞു പോരുന്നു. അതുകൊണ്ട് ബഹുമാന സൂചകമായി മൗത്ത് എന്ന പദം ഉപയോഗിക്കാതെ വഫാത്ത് എന്ന പദം വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു എന്ന് പറയേണ്ടതില്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിച്ച 3 കാര്യങ്ങൾ. അതൊന്ന്, അദ്ദേഹത്തെ ക്രൂശിച്ചു. 2, അദ്ദേഹം മരിച്ചു. 3-മത്തത്, അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് നേർക്ക് നേരെ ഖുർആനിന്റെ ടെസ്റ്റ് നസ്, അതേപോലെ അദ്ദേഹം മരിച്ചിട്ടില്ല, കൊന്നു എന്നതിനെ നിഷേധിച്ചു. അപ്പൊ അവര് വിശ്വസിക്കുന്ന 2 കാര്യങ്ങൾ ഖുർആൻ നിഷേധിച്ചു. ഒമാ ഖതലൂഹു ഒമാ സലബൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല. അപ്പൊ അദ്ദേഹത്തെ കൊന്നു, ക്രൂശിച്ചു കൊന്നു എന്ന് പറയുന്ന വിശ്വാസം ഖുർആൻ വളരെ ഖണ്ഡിതമായി നിഷേധിച്ചു. പിന്നെയോ 3-മത്തെ അവരുടെ വിശ്വാസം അദ്ദേഹത്തെ ഉയർത്തി എന്നതാണ്. ഒമാ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് ഖുർആൻ പറഞ്ഞില്ല, അത് പറയേണ്ടിയിരുന്നു. അവരുടെ ആ വിശ്വാസം തെറ്റായിരുന്നുവെങ്കിൽ ഒമാ റഫഅഹുല്ലാഹു ഇലൈഹി ഒമാ ഖതലൂഹു ഒമാ സലബൂഹു ഒമാ റഫഅഹുല്ലാഹു ഇലൈഹി എന്ന് പറയേണ്ടിയിരുന്നു. അല്ലെങ്കിൽ മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കും. അപ്പൊ അവര് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശ്വസിച്ചു പോരുന്നതും പ്രചരിപ്പിച്ചു പോരുന്നതുമായ 3 കാര്യങ്ങളിൽ 2 ഖുർആൻ നേർക്കുനേരെ ഖണ്ഡിതമായി നിഷേധിച്ചു. വ്യാഖ്യാനമല്ല, ടെസ്റ്റാണിത്, നസ്സാണ്. 3-മത്തെ അവരുടെ വിശ്വാസത്തെ നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുപോൽബലകമായി 2 സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചു. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, പക്ഷേ അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തി അവനിലേക്ക്. ഇന്നി മുത്തവഫീക വറാഫിയുക ഇലയ്യ, നിന്നെ ഞാൻ ഏറ്റെടുക്കുന്നു, നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തുന്നു. അപ്പൊ അവരുടെ 3-മത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പരിശുദ്ധ ഖുർആൻ ആ സംഭവം വിവരിച്ചപ്പോൾ 2 സ്ഥലത്ത് ഉദ്ധരിച്ചു. അതുകൊണ്ട് ഒരു ഉയർത്തൽ അവിടെ നടന്നിരിക്കുന്നു. അതെങ്ങനെ നമുക്കറിഞ്ഞൂടാ, അള്ളാഹുവിനെ മാത്രം അറിയാം. പദാർത്ഥ വിധേയമായ പ്രപഞ്ചത്തിൽ നിന്ന് പദാർത്ഥ നിരപേക്ഷ പ്രപഞ്ചത്തിലേക്ക് പോയാൽ ആ വസ്തു എനർജിയായി മാറും, പ്രകാശമായി മാറും. പിന്നെ അതിൽ നമ്മുടെ ശരീരത്തിൽ സാധാരണ കാണുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. അതിപ്പോൾ ശാസ്ത്രം അംഗീകരിച്ചതാണല്ലോ. 4000 10,000 കൊല്ലം പദാർത്ഥ നിരപേക്ഷ പ്രപഞ്ചത്തിൽ പ്രകാശമായി ഒരാൾ ജീവിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ 4 സെക്കൻഡിന്റെ മാറ്റം മാത്രമേ ആ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. പടച്ചതമ്പുരാൻ അതിന് കഴിയുമല്ലോ. മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയില്ലേ? അങ്ങനെ ആവാം, ആണ് എന്ന് തീർത്തു പറയല്ല. എന്തായാലും ആ സംഭവം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. ആ അടയാളത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിലേക്ക് സൂചന നൽകി. 1-2 ആഴ്ച മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രബോധനത്തിൽ മർഹൂം സയ്യിദ് അബുൽ ആല മൗദൂദി മദ്രാസിൽ ചെയ്ത
അന്നത്തെ മദ്രാസിൽ ഇന്നത്തെ ചെന്നൈയിൽ ചെയ്ത ഒരു പ്രസംഗത്തിന്റെ 5 ഭാഗങ്ങൾ വന്നതിൽ 5-ാമത്തെ ഭാഗം, അതിൽ മൗദൂദി സാഹിബ്, മർഹൂം മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട് മുതലാളിമാരുടെ സ്വർഗം. അതിന്റെ മറുഭാഗത്ത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു ജീവിതക്രമവും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കാം നിങ്ങൾക്ക്. അവിടെ മുതലാളിമാരുടെ സ്വർഗം, മുതലാളിത്തത്തിന്റെ സ്വർഗം എന്നാണ് പറഞ്ഞത്. മസീഹ് ദജ്ജാലിന്റെ സ്വർഗം തന്നെയാണ് പറഞ്ഞത്. മുതലാളിത്തത്തെ വിവരിച്ചുകൊണ്ട് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ സ്വർഗം, ദജ്ജാലിന്റെ സ്വർഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. മസീഹ് ദജ്ജാലിന്റെ എന്നാണ് നമ്മൾ പരിഭാഷയിൽ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മുടെ ഇടയിൽ നടന്നു പോകുന്ന പറഞ്ഞു പോരുന്ന ഒരു രീതിയാണ് ദജ്ജാൽ ദജ്ജാൽ ദജ്ജാൽ. ദജ്ജാലല്ല, മസീഹ് ദജ്ജാൽ. എന്നതുപോലെ തന്നെ മസീഹ് മൗഊദ് ഈസ ഇബ്നു മറിയം, മഹ്ദി അൽ മുന്തളർ, പ്രതീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹ്ദി. അത് വ്യക്തിയാവാം, വ്യവസ്ഥിതിയാവാം, ഒരു വലിയ സൈനിക ശക്തിയാവാം, അതിന് നേതൃത്വം നൽകുന്നതാവാം. എന്തായാലും ശരി, 2 ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഭൗതികതയും അതിന്റെ മറുഭാഗത്ത് ദൈവീകതയും, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് മലയാള പണ്ഡിതന്മാരാണ് പറയുന്നത്. ഒരു ഭാഗത്ത് ഭൗതികത, മറുഭാഗത്ത് ദൈവീകത. മനുഷ്യനിർമ്മിത ഇഷ്ടങ്ങളിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള ഭൗതിക പ്രസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത്, ദൈവീക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് കടന്നു പോന്ന പ്രവാചകന്മാരിലൂടെ പ്രബോധനം ചെയ്യപ്പെട്ട ദൈവീക ദർശനം എന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ ദീൻ അൽ ഇസ്ലാം, അത് മറുഭാഗത്ത്. ഈ 2 ഭാഗമായി തിരിഞ്ഞിരിക്കുന്നു ലോകത്ത് നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അതാണ്. അത് തുടക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഒടുക്കമാണ് മസീഹ് ദജ്ജാലുമായി മൗഊദ് മസീഹ് ഏറ്റുമുട്ടി ബാബുലുദ്ദിൽ വെച്ച് ലിഡ്ഡ വിമാനത്താവളത്തിന്റെ കവാടത്തിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുക എന്നത്. പിന്നെ ലോകത്ത് ശാന്തസുന്ദരമായ, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, മർദ്ദനമില്ലാത്ത, പീഡനമില്ലാത്ത ഒരു ഭൂലോകമാണ് പിന്നീട് ചിത്രീകരിക്കപ്പെടുന്നത്. ആ ലോകമാണ് വരാൻ പോകുന്നത്. അതിന്റെ ശേഷം പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ ഈ പദാർത്ഥ വിധേയമായ പ്രപഞ്ചത്തെ അവൻ ധൂളമാക്കി മാറ്റും. എന്നിട്ടോ മറ്റൊരു ലോകം അവൻ കൊണ്ടുവരും. ഏതുപോലെ? കമാ ബദൈനാ അവ്വല ഖൽഖിൻ നുഈദുഹു, ആദ്യത്തെ തുടക്കം എങ്ങനെ കുറിച്ചുവോ അതേപോലെ രണ്ടാമത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മറ്റൊരു പ്രപഞ്ചം അവൻ കൊണ്ടുവരും. ആ പ്രപഞ്ചത്തിലായിരിക്കും മനുഷ്യരുടെ കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം ഏറ്റുവാങ്ങുന്ന, നാം വിശ്വസിക്കുന്ന മരണാനന്തര ജീവിതം അല്ലെങ്കിൽ പരലോകം. പടച്ചതമ്പുരാൻ അവിടെ നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മനുഷ്യർ രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും വല്ലാതെ ഇടങ്ങേറാകുന്നുണ്ട്. പടച്ചതമ്പുരാൻ അവരുടെയൊക്കെ, നമ്മൾ ഉൾപ്പെടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും, പ്രത്യേകിച്ച് രോഗമെന്ന പ്രയാസം, ദാരിദ്ര്യമെന്ന പ്രയാസം പടച്ചതമ്പുരാൻ ശരിയാക്കി തരുമാറാകട്ടെ. അതേപോലെ മറ്റു പല പരീക്ഷണങ്ങൾക്കും വിധേയരാകാൻ സാധ്യതയുള്ളവരാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ. നമ്മുടെ വരും തലമുറയോ നമ്മുടെ പിഞ്ചോമന കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്ത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാം. പടച്ചതമ്പുരാൻ താങ്ങാൻ കഴിയാത്തത് നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ. താങ്ങാൻ കഴിയാത്തത് പടച്ചവനെ ഞങ്ങളെ നീ ഏൽപ്പിക്കരുത്. നീ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് താങ്ങാനുള്ള കഴിവും കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനത്തെ ദുആ, വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ.